السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآل كل والصحابة الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹമായിട്ടിക്കട് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവുൽ കാണണോ ചെന്നിട്ടു. നബി തങ്ങളെ കിനാവുൽ കാണണോ ചെന്ന് ആഗ്രഹിക്കാത്ത ഒരു മുഅ്മിനും നിൽക്കല. കണ്ടങ്ങ ചൊന്നാലുള്ള എല്ലാവർക്കും അറിയിച്ചിരിക്കില്ല. പക്ഷെ കാണാത്തങ്ങ അതിരകാണ്ടി ആരാളുമാറുള്ളത് അത് കാണുക വേണ്ടിയുള്ള ശ്രമവും ഉണ്ടാക്കണം. അപ്പോൾ കിനാവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ചൊമ്മ പഠിക്കുന്നുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവുമായി ബന്ധപ്പെട്ടിട്ട് ചൊമ്മ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവ് കാണുന്നുണ്ടായെങ്കിൽ ഞങ്ങൾ എന്തിനുള്ള സ്വറാക്കണം അനുഭവത്തെ വെളിച്ചത്തിൽ ഇമാമിങ്ങ ചൊന്ന് കൊറിയ വിഷയമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ലാസ്റ്റ് ഭാഗമാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലാണ് ഇൻഷാ അല്ലാഹ് ചൊന്തറാം. അതിക്ക് മുതലായിട്ട് നബി തങ്ങള് കിനാവ് കാണേണ്ടതിനെ സംബന്ധിച്ചിട്ട് നബി എന്തെങ്കിലും ചൊന്നുറ അത് ചൊന്നെങ്കിൽ നേരാവിട. ചിലപ്പോ ഞങ്ങളുടെ മനസ്സിൽ ഉറങ്ങിയപ്പോ ഞങ്ങൾക്ക് കിനാവായിട്ട് ശൈത്താന് പണ്ട് പല നിലക്കുള്ള പേടി മാറ്റി പലതും നമുക്ക് കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ കളവ് കിനാവായിട്ടിക്കട് നേര് കിനാവായിട്ടിക്കട് നബി തങ്ങളെ കണ്ട കിനാവ് എല്ലാം നേരേമാ ചോദ്യങ്ങളാണ്. അതുപോലെ നബി തങ്ങളെ കിനാവ് കാണുമ്പോൾ അതേ വസ്തുവിൽ കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീര പ്രകൃതി ഞങ്ങൾ ചൊമ്മ നിലക്ക് പഠിച്ചിരിക്കുക. എങ്ങനത്തെ ശരീര കളർ എങ്ങനെ, മുഖം എങ്ങനെ, ഉദ്ദ എങ്ങനെ, അപ്പൊ അതേപോലെ കാണണം. അല്ലെങ്കിൽ ചെറിയ കുറുതായിട്ട് കണ്ടിട്ട്, അല്ലെ ഉദ്ദായിട്ട് കണ്ടിട്ട്, അല്ലെ തെല്ല് വ്യത്യാസമായിട്ട് കണ്ടിട്ട് എന്നിങ്ങനെ പിടിക്കാനാവൂലേ? ഇങ്ങനത്തെ ചൊമ്മ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിന്റെ പ്രവർത്തനമുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ചെറിയ ടൈമിലും വളരെ ചുരുങ്ങിയ നിലക്ക് നമുക്ക് പഠിക്കാം. ഒന്നാമതായിട്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഅ്മിനീങ്ങളായ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തീങ്ങളായ ഞങ്ങൾക്ക് നബിയായിട്ട് അല്ലാഹു തആല വലിയൊരു നിഅമത്താണ്. ആ നബിയെ നമുക്ക് നബിയായിട്ട് കിട്ടിച്ചുള്ളത് അത് വലിയൊരു നിഅമത്താണ്. എന്നിട്ട് ഈ ലോകത്തുള്ള സർവ്വ ഉമ്മത്തീങ്ങളെ പൈക്കി അത്യുന്നതമായ സ്ഥാനവും കിട്ട് ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തീങ്ങളായ ഞങ്ങൾക്കായിട്ട്. പക്ഷെ ആ നബി തങ്ങളെ ജീവിതത്തിൽ കാണുകയും ഒട്ടിಗೆ കൂടുകയും മുണ്ടുകയും നേരിട്ടിട്ട് വാലുകൾ കേൾക്കുകയും ഭാഗ്യം കിട്ടിയ സ്വഹാബത്തുള്ളാറ്. പക്ഷെ അങ്ങനെ സ്ഥാനത്ത് നമുക്ക് ഒരിക്കലും എത്തുക സാധ്യതയില്ല. പക്ഷേ ഖിയാമത്ത് ചണ്ടിച്ചവറുകളായ ഞങ്ങ റസൂലുള്ളാഹി തങ്ങളെ കണ്ടിട്ട് ഞങ്ങൾ വിശ്വസിച്ചിരല്ല, റസൂലുള്ളാഹി തങ്ങളെ കേട്ടിട്ടാണ് ഞങ്ങൾ വിശ്വസിച്ചത്. ഇങ്ങനത്തേതായ ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബി തങ്ങളെ ശരിക്കും പഠിച്ചിട്ട് മഹബ്ബത്ത് അടിയുറപ്പിച്ചിട്ടുണ്ടായെങ്കിൽ അല്ലാഹു തആല നമുക്ക് തന്റെ വലിയൊരു നിഅമത്താണ് കിനാവുൽ കാട്ടിനെ ചൊല്ലത്. കിനാവുൽ കാട്ടിലോട് കൂടെ ഞങ്ങൾ ഹൃദയം വിശാലമാവും, ഹൃദയ പ്രകാശിക്കട്, ഈമാൻ ശക്തിയാവും. ഈമാൻ യാറാവും. അതിൽ പെരുത്തുലും ചൊമ്മ നേട്ടങ്ങൾ ഈമാനികൾ ചെന്നുകൊണ്ടുണ്ട്. പിന്നെ കൽബ് ശുദ്ധമായ കൽബൈക്ക് ഒരു കരയില്ല, ഒരു അസൂയയില്ല, നഞ്ചില്ല, നരക്കയില്ല, ദുനിയാവുടെ ശ്രദ്ധയില്ല, ദുനിയാവുടെ ആശയില്ല. ഇങ്ങനത്തെ കൽബായിട്ട് നല്ല ശുദ്ധമായ കൽബുണ്ടായെങ്കിൽ ആ കൽബ് ഹബീബ് അല്ലാഹു തആല തന്റെ ഒരു നിഅമത്താണ് ഹബീബ് റസൂലുള്ളാഹി തആല കിനാവുൽ കാട്ടിനെ ചൊല്ലത്. ഇത് സംബന്ധമായിട്ട് റസൂലുള്ളാഹി തങ്ങൾ ചൊന്ന എത്രയോ ഹദീസുകൾ ബുഖാരിയും മുസ്ലിമും തുർമുദിയും അടക്കമുള്ള എത്രയോ ഹദീസ് കിതാബുകളിലെ വിഷയങ്ങളുണ്ട്. പ്രഗൽഭമായ ഒരു ഹദീസാണ് മർ റആനി ഫിൽ മനാം ഫഖദ് റആനി ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ബി. നന്റെ ഓർത്ത കിനാവുൽ കണ്ടാണ്ടായെങ്കിൽ അവൻ നണ്ടമേ കണ്ട പോലെ ആയിരിക്കട്, നണ്ടമേ കണ്ട പോലെ ആയിരിക്കട്. ഇന്നൊരു ഹദീസിലുള്ളത് ഫഖദ് റഅൽ ഹഖ, അവൻ കണ്ട യഥാർത്ഥമായിരിക്കട്, കളവല്ല. അത് വ്യാഖ്യാനിച്ച് ബഹുമാനപ്പെട്ട മുല്ല അലി ഖാരി റളിയല്ലാഹു അൻഹു ചൊല്ലു ഫഖദ് റഅ ഹഖീഖതി അലാ കമാലിക, നന്റെ യഥാർത്ഥ പൂർണ്ണതയോടുകൂടെ കണ്ട പോലെ ആയിരിക്കട്. ലാ ശുബ്ഹത, അത് സംശയമേ വേണ്ട. റഅൽ ഹഖ, അവൻ ഹഖ് കണ്ട പോലെ. എന്തുകൊണ്ട്? അപ്പൊ കളവായിട്ടിക്കളെ ശൈത്താൻ വന്ന് വസ്വാസാക്കരായിട്ടിക്കളെ കിനാവിലൂടെ അല്ല, ഒരിക്കലുമല്ല. ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ബി, ഒരിക്കലും ശൈത്വാൻ നന്റെ രൂപത്തുക വരല. എന്നിട്ടും ഇത് വ്യാഖ്യാനിച്ച് മുല്ലാ അലി റളിയല്ലാഹു അൻഹു ചൊല്ലെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹയാത്തിൽ അല്ലാഹു തആല കൊടുത്തൊരു നിഅമത്തായിട്ട് നബി തങ്ങളെ കോലത്തിൽ ഒരിക്കലും ശൈത്താൻ വന്നിട്ടില്ല. ശൈത്താൻ വേറെ പല രൂപത്തിലും വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ രൂപത്തിൽ ഒരിക്കലും ശൈത്താൻ ഹയാത്ത് കാലത്തെ വന്നിട്ടില്ല. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ വഫാത്തിൽ പിന്നെയും
ഒരിക്കലും അങ്ങനെ ആവുക ചാൻസസ് ഇല്ല. ശൈത്താനിന്റെ നബി തങ്ങളെ കോലത്തിൽ വരവ് സാധ്യമേ ഇല്ല. ഇതാണ് ഇമാമിക ചൊന്ന പ്രത്യേകമായ വിഷയം. അതുക്കും കാരണം ബഹുമാനപ്പെട്ട നബഹാനി റളിയല്ലാഹു അൻഹു ഖുർത്തുബി ഇമാമിനെ തൊട്ട് ചൊല്ലു. അതുപോലെ സുയൂത്ത് ഇമാം തൻവീർ ഹലക്ക് ചെന്നിട്ടു കിനാവുടെ വിഷയത്തിലെ ഉണ്ടാക്കിയ ഒരു കിതാബുണ്ട്. അതിൽ പ്രത്യേകിച്ചിട്ട് ചൊല്ലു എന്തായിരിക്കട് അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പു ചൊല്ലത് മഹാന്മാരായ അമ്പിയാക്കൾ ശുഹദാക്കൾ കൊടുത്തത് ഒരു സ്ഥിതിയിലെ ഇനിയൊരു സ്ഥിതിക്ക് പോണ്ട മാത്രമല്ലാണ്ട് അതോടുകൂടെ അത് തീരില്ല. ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലു അമ്പിയാക്കളെ ശരീരം ഒരിക്കലും ഭൂമി തിന്നല. അന്നൽ അർള ലാ തഅകുലു അജ്സാദൽ അംബിയാ. അതുപോലെ രണ്ടാമത്തെ തെളിവ് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ഇസ്രായുടെ ജാവ് മിഅ്റാജിന്റെ ജാവ് പോയിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ ആകാശത്തിൽ അമ്പിയാക്കളുമായിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഒട്ടുപോയിട്ട് മൂസ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് കണ്ടു. അതുപോലെ ഇത്ര സംഭവങ്ങൾ കണ്ടു. മൂന്നാമത്തെ തെളിവ് ചൊമ്മ തെളിവുണ്ട്. മൂന്നാമത്തെ തെളിവ് റസൂലുള്ളാഹി തങ്ങൾ ചെന്നു നക്ക് നിങ്ങൾ സലാം ചൊന്നാറുണ്ടായെങ്കിൽ നാണ് സലാം മടക്കിട. ഇതെല്ലാം വ്യാഖ്യാനിച്ച ഇമാമിക ചൊല്ല് അമ്പിയാക്കൾ വഫാത്ത് ചൊല്ലത് അലക്ക നിർണാമാവുടെയല്ല ഒരു സ്ഥിതി ദുനിയാവുടെ സ്ഥിതിയിൽ നിന്നിട്ട് ഇന്നൊരു സ്ഥിതിക്ക് പോകേണ്ട മാത്രം ഒരിക്കലും അമ്പിയാക്കൾ ശാശ്വതമായിട്ട് ഈ ലോകത്തിൽ നിന്ന് അസ്തമിച്ചു പോകണ്ടില്ല. ഇതെല്ലാം വെച്ചിട്ട് അങ്ങനെ അമ്പിയാക്കളെയും റസൂലുള്ളാഹി തങ്ങളെയും കിനാവുൽ കാണുക അവിടെ ചെന്നിട്ടു ഹദീസുകൾ വ്യാഖ്യാനിച്ചിട്ടും ഇമാമിക ചെന്നിട്ടുള്ള. ഇനിയുള്ള വിഷയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവുൽ കണ്ട മഹാന്മാർ ഒരാളെന്തുമല്ല, ആയിരക്കണക്ക് ഉദാഹരണങ്ങൾ മഹാന്മാരെ ചൊന്നിട്ടുള്ളാറ് കിനാവുൽ കണ്ടത്. ആരാറും ഞങ്ങൾ ചൊന്നിട്ട് കേൾക്കുന്നുണ്ടില്ല. ചങ്ങായിമാർ കുടുംബത്തങ്ങ ചൊല്ലുന്നുണ്ടില്ല. പണ്ടേ ഞങ്ങൾക്ക് സ്വഹാബികളുടെ കാലം മുതലേ കേട്ടുകൊണ്ടില്ല വിഷയമായിരിക്കരുത്. ഏറ്റവും വലിയ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ ഖാദിമായിട്ട് അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലു മാ മിൻ ലൈലത്തിൻ ഇല്ലാ വഅന അറാ ഫീഹാ ഹബീബി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാത്ത കിനാവ് കാണാത്ത ജാവുണക്കില്ല. ഉൾപ്പെട്ടുകൊണ്ടിരുന്നത് നബി തങ്ങളെ കിനാവ് കാണാത്ത ഒരു ജാവും ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു മിസ്സായിട്ടായിരിക്കരുത്. എത്ര സ്വഹാബികളുള്ളാറ്, ബിലാൽ റളിയല്ലാഹു അൻഹു, എത്ര മഹാന്മാരുള്ളാറ്. മദ്ഹബുടെ ഇമാമായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളെ കണ്ട് റസൂലുള്ളാഹി തങ്ങളെ ഖബർ തോണ്ടതായിട്ടും ഖബർ ഗുളിയെടുക്കുന്നതായിട്ടും കണ്ടിട്ട് ചെന്നിട്ടും കിതാബുകളിൽ കണ്ടെങ്കിൽ വിഷയമായിരിക്കരുത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുയുടെ അടുത്ത ശിഷ്യൻ ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങളുടെ കിനാവുൽ കണ്ട് അപ്പൊ നാണ് നിങ്ങളെ ഉമ്മത്തീങ്ങൾ ഈ കാലത്തിൽ നിങ്ങൾ ആരെ അനുസരിക്കണോ, ആർ ചൊന്ന പോലെ ആരെ മദ്ഹബിൽ നിങ്ങൾ ജീവിക്കണോ ചൊന്നിട്ട് കേൾക്കുമ്പോൾ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലെ അലൈക്കും ബി മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഫഇന്നഹു മിന്നി. നിങ്ങൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുടെ അനുഗമിക്കോരോ. ഷാഫി ഇമാം നന്റെ അനുയായി നണ്ടിൽപ്പെട്ടവനാണ്. ഇന്നല്ലാഹ ഖദ് റളിയ അൻഹു. അല്ലാഹു ഷാഫി ഇമാമിന് തൃപ്തി കൊടുത്തു. നബി തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് ഷാഫി ഇമാമിനെ ചെന്ന് വിഷയം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ എത്രയോ സ്വപ്നത്തിൽ കണ്ടു. അതിൽപ്പെട്ട ഒന്നാണ് ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ ഷാഫി ഇമാമിനോട് ചൊല്ലു. ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, മദ്ഹബുടെ ഇമാം. അയാളുടെ നിങ്ങൾക്ക് സലാം ചെന്നിട്ട് അയാളുടെ ചൊല്ലോറു നിങ്ങൾക്ക് മുട്ടത്തിൽ വലിയൊരു ബലാ പറകുണ്ടോ, ഒരു പരീക്ഷണ പറകുണ്ടോ. അള്ളാഹുടെ ഖുർആനെ സൃഷ്ടിയായിട്ട് ഇങ്ങോട്ട് വാദവുമായിട്ട് പലരും പണ്ട് അപ്പൊ നിങ്ങൾക്ക് ചൊമ്മ ഉപദ്രവങ്ങൾ ആവടു. അപ്പൊ അള്ളാഹു താല നിങ്ങളെന്തും കീഴാക്കളെ ഖിയാമന്നാൾ തോൽ അള്ളാഹു നിങ്ങൾ ഇൽമുടെ ഉന്നതമായ സ്ഥാനത്ത് ബലസി ചെന്നിട്ടു. ഷാഫി റളിയല്ലാഹു അൻഹു ഒട്ടിಗೆ റസൂലുള്ളാഹി തങ്ങൾ ചെന്ന ഇങ്ങനത്തെ സംഭവങ്ങൾ എത്ര സംഭവങ്ങൾ വേണം. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു ചൊല്ലെ റസൂലുള്ളാഹി തങ്ങൾ ഒരു ഗണ്ട മീറ്റു നന്നിൽ നിന്നിട്ട് ഇല്ലാണ്ടായി പോയിട്ടുണ്ടായെങ്കിൽ ഉണർവുല മരിച്ച ഉറങ്ങിയപ്പാ ഇല്ലാണ്ടായി പോയെങ്കിൽ നാണ് ഒരിക്കലും നന്റെ തടിരുന്നാണ് മുഅ്മിനീങ്ങളിൽ പെട്ടതായിട്ട് നാം ചൊല്ലില്ല. ഒരു ടൈം കൂടെ പകലും ജാവും ഷാറാനി ഇമാം ചൊല്ലത് ഷെയ്ഖ് അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു ചൊല്ലെ ഒരു ടൈമിൽ ഇത് വ്യാഖ്യാനിക്കടെ ഷാറാനി ഇമാമാണ് ഈ വിഷയം ചൊല്ലത്. മുർസി റളിയല്ലാഹു അൻഹു ചൊല്ലെ ഒരു ടൈം കൂടെ റസൂലുള്ളാഹി തങ്ങളെ ഇതില്ലാണ്ട് ബന്ധമില്ലാണ്ടൊക്കെ ജീവിക്കാൻ സാധ്യമല്ല. ഇങ്ങനെ മഹാന്മാർ ധാരാളം കിനാവ് കണ്ട. അപ്പൊ ഇനിയുള്ള ചോദ്യം റസൂലുള്ളാഹി തങ്ങളെ അതേ രൂപത്തിൽ കണ്ടും മാത്രമാണ് നബി അവിടെ വേറെ രൂപത്തിൽ കണ്ടെങ്കിൽ അവിടെ അത് ഇമാമിങ്ങളിൽ തർക്കമുണ്ടു. അത് വ്യാഖ്യാനിച്ചു ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിലും ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്റെ എന്തായിരിക്കും ശറഹു ശമായിൽ ചൊല്ലിയ കിതാബിലും മുല്ലാലിൽ ഖാരി റളിയല്ലാഹു അൻഹു ശറഹു ശമായിൽ ചൊല്ലിയ കിതാബിലെല്ലാം ചൊല്ലത് അന്ന റുയതുഹു അലാ കുല്ലി ഹാലിൻ ലൈസ ബാത്തില. അത് എങ്ങനായെങ്കിലും ബാത്തിലാവില്ല. അത് വൈൻ റുഇയ ബിഗൈരി സിഫതിഹി. റസൂലുള്ളാഹി തങ്ങളെ ശരീരത്തെ രൂപ ഇങ്ങനെയാണ് പഠിച്ചിട്ടിക്കട ആ രൂപത്തിലല്ലാണ്ട് വേറെ രൂപത്തിൽ കണ്ടേണ്ടായെങ്കിലും
നബി തങ്ങ അല്ലാണ്ട് ചൊല്ലകില്ല, അത് നബി തങ്ങമേ ആയിട്ടിക്കട്. നബി തങ്ങളുടെ രൂപം വേറെ ആൾക്ക് പറയാൻ ചാൻസസ് ഇല്ല. പക്ഷേ റസൂലുള്ളാഹി തങ്ങളെ ഒറിജിനൽ രൂപം അല്ലാണ്ട് വേറെ രൂപത്തിൽ കണ്ടെത്തുണ്ടായെങ്കിൽ അവിടെ പിന്നെ ഞങ്ങൾ അതിൽ കുറേ കിനാവ് വ്യാഖ്യാനങ്ങൾ കൊണ്ട് നിങ്ങൾ പഠിക്കണം. കുറേ ഞങ്ങളുടെ സ്വഭാവ തിത്തുകായിട്ടിക്കും ചിലപ്പോൾ ആ രൂപത്തിൽ കണ്ടേ ചെന്നിട്ടും. ഇതാണ് ഞങ്ങളെ മദ്ഹബിന്റെ ഇമാമിങ്ങ പ്രബല അഭിപ്രായമായിട്ട് നിങ്ങളുടെ ചിന്തത്തെ വിഷയം. ഇനി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉണർവുൽ റസൂലുള്ളാഹി തങ്ങളെ കാണുക അവിടെ ഉണ്ടായിട്ടിക്കട്. ബഹുമാനപ്പെട്ട ഇമാം മഹാന്മാർ ചൊല്ലെ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്റെ ഫതാവത്തിലെ ചൊല്ലെ എന്തായിട്ടിക്കട്, വഹുവൽ ഹഖ് ഉണർവുലു യസറത്തുല്ലപ്പോൾ റസൂലുള്ളാഹി തങ്ങളെ കാണുക. അതൊരു ഹദീസിലെ ഉണ്ട്, മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ള. ഒർത്ത കിനാവുൽ കണ്ടെങ്കിൽ ഉണർവുലെ അവർക്ക് കാണുക. കിനാവല്ലാത്തപ്പോൾ കാണുക ചെന്നിട്ടു ഒന്നിട്ടല്ലേ. കിനാവല്ലാത്തപ്പോൾ കാണുക ഉണ്ട്. കിനാവുൽ കണ്ടത് ഉണർവുൽ കണ്ടേക്കുള്ള സൂചന ചെന്നിട്ടായിരിക്കും. മഹാന്മാരായ ഔലിയാക്കൾ ഇമാം ബഹുമാനപ്പെട്ട ശൈഖ് റിഫാൻ റസൂലുള്ളാഹി തങ്ങൾ ഹദ്റത്ത് പോയിട്ട് കൈ കേട്ടിട്ടാമോ ആ കൈ റൗദ ഷരീഫിൽ നിന്ന് പുറത്തു വന്ന സംഭവം കേട്ട ഇതുപോലത്തെ എത്രയോ സംഭവങ്ങളുണ്ട്. ഇനിയുള്ളൊരു ചോദ്യം എന്താ ചെന്നിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ ഒരേ ചാവ് 1000 ആൾമാർക്ക 1,00,000 ആൾമാർക്ക കാണാവൂട, നബി തങ്ങൾ ഒന്നേലുള്ളേ ഇത്ര ആൾക്ക് കാണാവൂട, അത് ഒരു തടസ്സവും ഇല്ല. അതൊക്കെ ഇമാമിയെ சொன்னாங்க, അതൊക്കെ ഒരു തടസ്സവും ഇല്ല. എങ്ങനെ വേണമെങ്കിലും കാണാവൂടോ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഉത്തര കൊടുത്തോണ്ട് ഫതാവത്തിൽ എന്തിനാ ചെന്നിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ ഒരേ ടൈമിൽ പലർക്കും കാണാവൂടോ. സൂര്യ ഒന്നേ ഇക്കട്. ആ ഇക്കര ടൈമിൽ സൂര്യ ഒരായത്തിന്റെ മാത്രം കണ്ടല്ല, ലോകത്തെ ആ സൂര്യ ആരെ ചക്രവാളത്തെ മേലുണ്ട ആ ചക്രവാളത്തെ മേലുള്ള എല്ലാവർക്കും കോട്ടിക്കെട്ടിലെ ആൾമാർക്ക് ഒരേ ടൈമിൽ സൂര്യ കണ്ട്. അതുപോലെ റസൂലുള്ളാഹി തങ്ങൾ ഒരാൾക്കും തടയടേ ചൊല്ലൊരു വിഷയമില്ല, വ്യക്തമായിട്ട് എല്ലാവർക്കും കാണാവുന്നു. ഇനിയുള്ള ചോദ്യം, അമ്പിയാക്കന്മാരെ ഇതേപോലെ കാണുക റസൂലുള്ളാഹി തങ്ങളെ മാത്രമാ? ബാക്കി അമ്പിയാക്കളെ കോലത്തിൽ ശീത്താൻ വേണ്ടില്ലേ? അതൊക്കെ വ്യാഖ്യാനിച്ചിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അലി ജംറ റളിയല്ലാഹു അൻഹു തന്റെ ബഹ്ജത്തുൻ നുഫൂസിന്റെ കിതാബിൽ ചൊല്ലോ, വേറെമ്പിയാക്കൾക്കും ഇതേപോലെ ആയിരിക്കുന്ന വ്യത്യാസമില്ല. അങ്ങനെയും കിനാവുലും ശൈത്താൻ രൂപത്തിൽ വേണ്ടില്ല, ആയതുകൊണ്ട് അങ്ങനെയും കണ്ട് നിങ്ങൾ വിശ്വസിക്കാവുള്ളൂ ചെന്നിട്ടു. അപ്പൊ ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ഇമാമിയ റസൂലുള്ളാഹി തങ്ങളെ കിനാവുമായി ബന്ധപ്പെട്ട് ചൊല്ലാറ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളെ കിനാവുൽ വന്നിട്ട് നബി തങ്ങൾ ഉപദേശിച്ച സംഭവങ്ങളും കിനാവുൽ ചികിത്സാക്കിയ സംഭവങ്ങളും കിനാവുൽ നിർദ്ദേശങ്ങൾ കൊടുത്ത സംഭവങ്ങളും ധാരാളമുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പഠിക്കണോ? അതിനെക്കാണ്ടി മുഖ്യമായിട്ട് റസൂലുള്ളാഹി തങ്ങളെ കിനാവുൽ കാണുന്നുണ്ടായെങ്കിൽ ഞങ്ങൾ എന്തെല്ലാം സ്വറാത്തൊന്ന് ചെന്നിട്ടു ഇമാമി നിങ്ങൾക്ക് പഠിപ്പായിട്ടാറാ, അതും കൂടി പഠിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളെ കിനാവുൽ കാണുവാനെ കൊണ്ട് സാധ്യമാവണം. അത് നിങ്ങൾ വലിയ വിജയത്തിൽ എടുത്തുകൊണ്ട് ഒരു ലക്ഷണമായിട്ട് കണ്ടത് വലിയൊരു മഹത്വമുള്ള അമലാണ്. ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ കിനാവുൽ കാണു കൊടുത്തൊക്കെ ഭാഗ്യ കിട്ടിത്ത അത് അവർക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയൊരു നിഅമത്തായിട്ട്. മൻ റആനി ഫീ മനാമിഹി റആനി ഫിൽ ഖിയാമ. ഒരാൾ തന്റെ സ്വപ്നത്തിൽ കിനാവുൽ കണ്ടാണ്ടായെങ്കിൽ ഖിയാമത്ത് നാളിൽ അവനെ കണ്ട. ഒരാൾ ഖിയാമത്ത് നാളിൽ തന്റെ കണ്ടാണ്ടായെങ്കിൽ ശഫഅതു ലഹു, അവൻക്കാണ് ശിഫാറസു ശഫാഅത്താക്കി കൊടുക്കണേ. ഒരാളുകളാണ് ശഫാഅത്ത് കൊടുത്തേണ്ടായെങ്കിൽ അവൻകനാല് ഹൗദുൽ കൗസർ തന്നിനാണ് കൊടുക്കണേ. പിന്നെ ലാസ്റ്റ് പോയിട്ട് അല്ലാഹു റസൂലുള്ളാഹി തങ്ങൾ ലാസ്റ്റ് ചൊല്ലുന്ന വലിയൊരു ഗിഫ്റ്റായിട്ട് ഹറമല്ലാഹു ജസദഹു അലന്നാർ, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ തടിയുടെ നരകത്തിൽ ഹറാമാക്കി വിട്ടു. അല്ലാഹു തആല കണ്ട വലിയൊരു നിഅമത്താണ് എന്തായിരിക്കട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവുൽ കണ്ടേ ചൊല്ലുന്നത്. കിനാവുൽ നല്ല നല്ല കിനാവുടെ സംബന്ധിച്ചിട്ട് പരിശുദ്ധമായ ഖുർആനെ എന്തായിട്ടിക്കട് ചൊമ്മനാലത്തിൽ ചൊന്നിട്ട് ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയ വൽ ആഖിറ ചെന്നിട്ടും പല ജാഗിലും ഖുർആൻ അതിക്ക് പ്രത്യേകമായ ഒരു വ്യവസ്ഥ കൊടുത്തു. അതുമാത്രമല്ല, ഒരു മനുഷ്യക്ക് ഒരിക്ക കിനാവുൽ റസൂലുള്ളാഹി തങ്ങൾ ബന്ധമുണ്ടായെങ്കിൽ പിന്നെ നബി തങ്ങൾ ചൊന്നരല്ലേ നാളുണ്ട് യക്ലത്തിൽ ഉണർവുൽ നാളുണ്ട് അവനുണ്ട് കാണുവാണ്. അതിനെ വ്യാഖ്യാനിച്ച് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ തൻവീർ ഹലക് ചൊല്ല കിതാബിൽ ചൊന്നുകൊണ്ടുണ്ടോ, ഫലാ തഖ്റുജു റൂഹുഹു മിൻ ജസദിഹി ഹത്താ യറാഹു വഫിയം ബിബഅദിഹി. ഓണുക അല്ലാഹു തആല മരിക്കണമെന്നോലെ ഹബീബ് റസൂലുള്ളാഹി തആല നേരിട്ട് കാണുകയുള്ളൂ. എപ്പ കിനാ വല്ലാണ്ട് കാണുകയുള്ള ബാക്കി അല്ലാഹു തആല കൊടുക്കുള്ളൂ. ചിലപ്പോൾ യാറത്ത് അല്ലാഹു തആല കൊടുക്ക സാധ്യതയുള്ള വഫാത്ത് ഹാദിറാവായിരിക്കും. മരണാസന്നമാവുടെ ടൈമിൽ ഹബീബ് റസൂലുള്ളാഹി തആല കിനാവുലുള്ള നേരിട്ട് കാണേണ്ട ഭാഗ്യം കിട്ടുന്നുണ്ടായിരിക്കും. കിനാവുൽ കണ്ട മനുഷ്യ അല്ലാഹു തആല കൊടുക്കുന്ന ഭാഗ്യ മരിക്കുന്ന ടൈമിലും അല്ലാഹു സുബ്ഹാനഹു തആല അവനക്ക് റസൂലുള്ളാഹി തആല നേരിട്ട് കാട്ടി കൊടുക്കടോ. ഓന്റെ റൂഹ് പോണുണ്ടായെങ്കിൽ
ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടേ ആവുള്ളൂ. ഇതുപോലത്തെ വലിയ നിഅമത്തുകൾ ഉള്ള അനുഗ്രഹങ്ങൾ കിട്ടൊരു വിഷയമായിട്ട് ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ കിനാവ് കണ്ടെങ്കിൽ അല്ലാഹു തആല തന്നെക്കത്തെ വിഷയങ്ങൾ. ഇനി കിനാവ് കാണുക എന്താണ് ആക്കണോ ಅದಕ್ಕೆ ಇಮಾಮಿಂಗ ಚೊಮ್ಮೆ ತೆರುಮ ಚಂದರು ಏದಂಗ ഒന്നാക്കിയും മയ്യാവും ഈ എല്ലാ തെരുവും ആവിടത്തിലാക്കടെ ഏതെങ്കിലും ഒരു തെരുയുടെ കാരണത്തിൽ നമുക്ക് അല്ലാഹു റസൂലുള്ളാഹി തങ്ങളുടെ കിനാവുകൾ കാണാൻ സാധിക്കും. പല തെരുവ് ഇമാമിങ്ങ വെടിപറ്റാറ് റസൂലുള്ളാഹി തങ്ങളുടെ കിനാവ് കാണുന്നുണ്ടെങ്കിൽ എന്തിനാക്കും ಅದಕ್ಕೆ ഏതോ ഒന്നും തന്നെ പിടിച്ചത് മയ്യാവില്ല. ചൊന്നതിന് തീരെത്ര സാധ്യമുള്ളത്ര നിങ്ങൾ കഠിനമായി ശ്രമിക്കടെ. മുജാഹദ ആ വിഷയത്തിൽ കഠിനമായി ശ്രമിക്കടെ. ശ്രമിച്ചിട്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു കാരണത്തിൽ അല്ലാഹു ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ കിനാവുകൾ വരും, സംശയമില്ല. അത് ഞങ്ങൾ ശ്രമിക്കണം. ഒന്നാമതായിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റസാസ് റളിയല്ലാഹു അൻഹു തന്റെ തുഹ്ഫത്തുൽ അഖിയാർ ചൊല്ലുന്ന കിതാബിൽ ചൊല്ലു നിക്ക് ഫമഹ്മസ്തഖത ഇലാ മുഷാഹദതി ബുദൂരി തമാം ഹബീബിൽ മലിക്കൽ അല്ലാം ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ നിക്ക് കിനാവുൽ കാണാൻ ആശയുണ്ട. ഒന്നാമതായിട്ട് നീ ആക്കണായത് ഖവ്വി ഹുബ്ബക റസൂലുള്ളാഹി തങ്ങളൊട്ടിലുള്ള പിരിസ്തത്തെ നീ ഗട്ടിയാക്കണോ. ഗട്ടിയായ പിരിസ്ത റസൂലുള്ളാഹി തങ്ങളൊട്ടിಗೆ വേണോ. കാലി കിനാവ് കാണാൻ ആശിച്ചമ്മയാവല ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ഒറിജിനലായ പിരിസാക്കണോ. ജന്നാമത്തെ വിഷയമായിട്ട് സ്വിഫ് നഫ്സക നിന്റെ ഹൃദയത്തെ നീനൊന്നു മലിനത്തിൽ നിന്ന് മുക്തമാക്കണോ, ഹൃദയശുദ്ധിയാക്കണോ. നഞ്ചി നരക കിബുറു അസൂയ ഗീബത്ത് നമീമത്ത് എല്ലാ കൽബിൽ നിന്നിട്ട് കരകൾ എല്ലാത്തെയും ദൂരാക്കിയിട്ട് വെച്ചിട്ട് നല്ല ശുദ്ധമായ ഹൃദയാക്കിയിട്ട് നിന്റെ ഹൃദയത്തെ നീ ആക്കണോ. മൂന്നാമത്തെ വിഷയം അമ്മിർ ഔഖാതക ബിസ്വലാത്ത് നിന്റെ ടൈമുടെ നീന് നിന്റെ ആയുസ്സിനെ നീന് സ്വലാത്ത് കൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ മേലെ സ്വലാത്ത് കൊണ്ടിട്ട് നീന് യൂസാക്ക്. നിന്റെ ടൈമുടെ നിന്റെ ഹൃദയത്തിൽ ഫുള്ള് റസൂലുള്ളാഹി തങ്ങളെ ആ പ്രകാശം നിറയണം. അത്ര സ്വലാത്ത് ചൊല്ലണോ. ഈ മൂന്ന് വിഷയം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റസൂൽ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു. ഇതേ വിഷയങ്ങൾ വേറെ ചില ബഹിജത്തുൻ നുഫൂസ് പോലത്തെ കിതാബിൽ ചൊല്ലാറ്. എന്തായിട്ടിക്കട് റസൂലുള്ളാഹി തങ്ങളെ കിനാവ് കണ്ട ആൾമാരെ നിങ്ങൊന്ന് പരിശോധിച്ച് നോക്കോളൂ. ഇപ്പം തങ്ങളെ കിനാവ് കണ്ട ആരെങ്കിലും ഗൊന്തിന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പരിശോധിച്ച് നോക്കോളൂ. എന്നുണ്ടായെങ്കിൽ നമുക്ക് ഗൊന്താവിടെ അങ്ങെല്ലാവരും മുഹിബ്ബീന ഫീഹി ഹുബ്ബൻ യസീദൂന ഫീഹി അലാ ഗൈരിഹിം. ഞങ്ങൾ അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഗൊന്താവിടെ വിഷയ ബാക്കി ആൾമാരെ കാട്ടി യാറ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പിരിസാക്കടാ. ബാക്കി ഞങ്ങളെ കാട്ടി യാറ പിരിസ ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ കൊണ്ടു. അതാണ് അങ്ങ് കിനാവ് കാണുകൊള്ള വലിയൊരു കാരണം. എവിടത്തോളം ഓർക്ക റസൂലുള്ളാഹി തങ്ങളെ ഒരാൾ ഒരു മഹാൻ സ്വപ്നത്തിൽ കണ്ട ടൈമിലോ അയാൾ കേൾക്കടേ യാ റസൂലല്ലാഹ് ബിമസ്തൗജബ്തു അന ഹാദാ ഇത്ര വലിയ നിയമത്തിനൊക്കെ എങ്ങനെ കിട്ടിയെങ്കിൽ സ്വപ്നത്തിൽ കാണോ എന്തുകൊണ്ട് സാധ്യത്ത്. അപ്പൊ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ചെന്നത് ബിഹുബ്ബിക ഫിയ്യാ രണ്ട് നീന് നല്ലതുപോലെ പിരിസാക്കിയത് നല്ലതുപോലെ നീ പിരിസാക്കിയത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ സ്ഥാനത്തേക്ക് ഈ കിനാവ് ഞാൻ പറയുള്ള കാരണാച്ചെന്നത്. മീനിങ്ങളെ ഇത് ഇമാമിങ്ങളൊന്നും നമുക്ക് പടിപാട്ടിങ്കത്ത് എന്തായിട്ടിക്കട്ടെ പ്രത്യേകമായ ഒരു വിഷയങ്ങളായിരിക്കും. ഇനി ഇതിൽ എന്തായിട്ടിക്കട് ഇതൊരു വേറെ ലെവലിലും ചില ഇമാമിക ചൊന്നൊരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ കിനാവുൽ കാണുകൊള്ളെ ഇനിയും കുറെ തെരുകൾ ചൊന്നൊരാൾ ഒരുപാട് ചെന്നൊരു വിഷയമായിരിക്കും. ഹൃദയശുദ്ധിയാവണം. ഹൃദയശുദ്ധിയായിട്ട് ഹൃദയത്തിൽ റസൂലുള്ളാഹി തങ്ങളെ ഇങ്ങനെ കൽബിൽ നിറയണം. നബി തങ്ങളെ ചിന്തകൾ തങ്ങളെ കൽബിൽ നിറയണം. എന്നുണ്ടായെങ്കിൽ അത് വലിയ കിനാവുകൾ വലിയൊരു കാരണമായിരിക്കും. ഇത് ധാരാളം ഇനിയും കുറേ ഇമാമിക വിഷയം ചൊന്നൊരാൾ. ഇനി പ്രത്യേകമായ ചില അമലുകൾ ഇമാമിക പടിപാറ്റാറ്. പ്രത്യേക സ്വലാത്ത് ഇതിപ്പോൾ മൊത്തത്തിലുള്ള ഒരു 3 വിഷയമാണ് ഇമാമിക പടിപാട്ടിയത്. ചൊമ്മ ഇമാമിക ചൊന്നൊരാൾ ഒരു ഇമാമെന്തുമല്ല ഈ ചൊന്ന വിഷയങ്ങൾ. ഇനിയും ചില ഇമാമിങ്ങ അങ്ങനെ അനുഭവത്തെ വെളിച്ചത്തിൽ അങ്ങനെ നമുക്ക് ചില ദിക്റുകളും സ്വലാത്തുകളും പടിപാട്ടിക്കൊണ്ടുള്ള ചില സൂറത്തുകൾ ഇത് ഓതിയിട്ട് കിനാവുൽ കണ്ട് അനുഭവം വെച്ചിട്ടാണ് അങ്ങനെ ചൊന്നുകൊണ്ടുള്ളത്. ഇത് എല്ലാം ഇപ്പം നിങ്ങൾക്ക് കാണാണ്ട് പഠിക്കുക ആവുന്നില്ല. പക്ഷെ അത് ഞങ്ങളെ വായിസ് കേട്ടേണ്ടായെങ്കിൽ അപ്പോ അതിൽപ്പെട്ട ഒന്നായിട്ട് ബഹുമാനപ്പെട്ട സുബുക്കീമ അബുൽ ഖാസിം സുബുക്കി റളിയല്ലാഹു അൻഹു തൻ്റെ ദുറുൽ മുനവ്വം ചൊല്ലൊരു കിതാബിൽ ചൊല്ലു ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ പേരൊരുത്ത സ്വലാത്ത് ചൊന്ന ഏത് സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ റൂഹി മുഹമ്മദിൻ ഫിൽ അർവാഹ് വഅലാ ജസദിഹി ഫിൽ അജ്സാദ് വഅലാ ഖബ്രിഹി ഫിൽ ഖുബൂർ ഇങ്ങനെ ഒരുത്ത ചൊന്നാണ്ടായെങ്കിൽ അവങ്കു ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ കിനാവുൽ കാണുകയുള്ളൂ.
ഇനൊരു വിഷയമായിട്ട് ബഹുമാനപ്പെട്ട യാഫി ഇമാം റളിയല്ലാഹു അൻഹു ചൊല്ലെ ഒരാൾക്ക് റസൂലുള്ളാഹി തങ്ങളെ കിനാവ് കാണാൻ ആശയുണ്ടാ ഒന്നാമതായിട്ട് അവനാക്കണായത് ഒരു തിങ്കൾ ചെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ചന്ദ്രമാന പ്രകാരമുള്ള ഇസ്ലാമിക തിങ്കളായിരിക്കും. അപ്പോൾ ആ തിങ്കളുടെ ഫസ്റ്റ് വെള്ളിയാഴ്ച ജാവും, തിങ്കളുടെ ഫസ്റ്റ് വെള്ളിയാഴ്ച ജാവും. ഒന്നാമതായിട്ടും കുളിക്കണം, രണ്ടാമതായിട്ട് ഉദു എടുക്കണം, ശുദ്ധിയുള്ള വെളുത്ത ഡ്രസ്സ് ഒന്ന് ധരിക്കണം. അതിൽ പിന്നെ റസൂലുള്ളാഹി തങ്ങളുടെ മേൽ 1000 സ്വലാത്ത് ചൊല്ലണം. 1000 സ്വലാത്ത് റസൂലുള്ളാഹി തങ്ങളുടെ മേലിൽ അവിടെ എന്താക്കണോ ചൊല്ലണം. ഇശാ നിസ്കരിക്കണം. ഇശാ നിസ്കരിച്ചാൽ പിന്നെ 12 റക്അത്ത് നിസ്കാരം നിസ്കരിക്കും. 2 റക്അത്ത് സലാം വീട്ടിട്ട്, എന്നിട്ട് ഓരോ റക്അത്തിലും ഫാത്തിഹ സൂറത്തും മുസ്സമ്മിൽ സൂറത്തും ഓതണം. ഓരോ റക്അത്തിലും ഫാത്തിഹ സൂറത്തും മുസ്സമ്മിൽ സൂറത്തും ഓതിയിട്ട് 12 റക്അത്ത് നിസ്കരിക്കണം. ഈ നിസ്കാര കല്ലിൽ കാൽപ്പിനായിട്ട് 1000 സ്വലാത്ത് ചൊല്ലണമായത്. എന്നിട്ട് 1000 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണം. എന്നിട്ട് അതേ ശുദ്ധിയിൽ ഉദുവോടുകൂടെ ശുദ്ധിയോടുകൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ കിനാവുൽ കാണുന്ന പത്രമുള്ള ഓർക്ക് കുറേ ശുഭ നുടികളും ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലുണ്ടായിരിക്കും. ഇനി ചില ഇമാമികളുടെ അലം തറക കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ ചൊല്ലുന്ന ഈ സൂറത്ത്, ഇത് ഖസ്തലാനി ഇമാം ചൊല്ലിയ വിഷയമായിരിക്കും. ഒരു മനുഷ്യ ഇതിനെ എന്താക്കിയ ഒരു ജാവ് 1000 വട്ടം ചൊന്ന ഓതിയ ഈ സൂറത്ത് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ ചൊല്ലുന്ന സൂറത്ത്, എന്നിട്ട് 1000 വട്ടം ഈ സൂറത്ത് ഓതിയിട്ട് 1000 വട്ടം ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ മേലോട് സ്വലാത്തും ചൊന്ന എന്നുണ്ടായെങ്കിൽ ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ സ്വപ്നത്തിൽ കാണുപോലെ ഭാഗ്യം ഓർക്കിട്ടുണ്ടായിരിക്കും. ഇത് ഇനിയൊരു തെരുവായിരിക്കും. ഇനിയും ബഹുമാനപ്പെട്ട മഹാന്മാർ ചൊല്ലിയ ഒരു വിഷയ നബഹാനി ഇമാം ചെന്നുകൊണ്ടുണ്ടു. ഒരുത്ത ഉദു എടുക്കണം, ഉദു ഉറങ്ങടെ മുന്നോളൂ, എന്നിട്ട് ശുദ്ധിയുള്ള വിരിപ്പിനെ മേലെ ഇങ്ങനെ ദഹിക്കണം. എന്നിട്ട് വശംസി വദുഹാഹ ചൊല്ലിയ സൂറത്തും, അതുപോലെ വല്ലയിൽ ഇദാ സജാ ചൊല്ലിയ സൂറത്തും, അതേപോലെ ഒത്തീനി വസീറ്റും ചൊല്ലിങ്ങനത്തെ സൂറത്ത് ഓതണം. ഓരോരോ സൂറത്ത് ഓതിര മുന്നോട്ട് ബിസ്മിയും കറക്റ്റായിട്ട് ചൊല്ലണം. ഇങ്ങനെ 4 ഒരു മനുഷ്യ ആക്കിയാണ്ടായെങ്കിൽ അതിൽ പിന്നെ സ്വലാത്തും റസൂലുള്ളാഹി തങ്ങൾ കിട്ടിയ ടൈമിൽ എല്ലാ സ്വലാത്ത് ചൊല്ലുകയും, എന്നിട്ട് ഇതിൽ ലാസ്റ്റ് അല്ലാഹുമ്മ റബ്ബൽ ബലദിൽ ഹറാം വൽ ഹിൽ വൽ ഹറാം വൽ റുക്നി വൽ മഖാം ഇഖ്റ അലാ റൂഹി മുഹമ്മദിൻ മിന്നസ്സലാം ചൊല്ലുക. ഈ ദിക്ർ എടുത്ത ചൊല്ലിട്ടായെങ്കിൽ നിങ്ങളെ സ്വപ്നത്തിൽ കാണുക ഓടെ കൊണ്ട് സാധ്യമാവുന്നുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസനുൽ അദബി റളിയല്ലാഹു അൻഹു ദലായിൽ ഖൈറാത്ത് ചൊല്ലിയ കിതാബിന്റെ ശറഹുൽ ചൊല്ലിയ ഒരു മനുഷ്യ ഒരു സ്വലാത്ത് ആദത്താക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അബ്ദിക വ നബിയിക വ റസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം ചൊന്നിട്ടു ഒരു പോലും ജാവായിട്ട് 500 സ്വലാത്ത് ഒരു മനുഷ്യ പതിവായി ചൊന്നാണ്ടായെങ്കിൽ ഒരിക്കലെങ്കിലും റസൂലുള്ളാഹി തങ്ങൾ ഓണക്ക് കാണാണ്ടിക്കല കിട്ടുണ്ടായിട്ട്. ബഹുമാനപ്പെട്ട ഇമാം യാഫി റളിയല്ലാഹു അൻഹു തന്റെ ബുസ്താനുൽ ഫുഖറാത്തുൽ കിതാബിൽ ചൊല്ലത് ഒരു മനുഷ്യ തന്റെ പേരിൽ വെള്ളിയാഴ്ച 1000 വട്ട ഒരു സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് സുലാബത്ത് സ്വലാത്തായിട്ടിക്കട് വെള്ളിയാഴ്ച 1000 വട്ട ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മി, അത്തരം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മി ചൊല്ലി ഒരു സ്വലാത്ത് ചൊല്ലുണ്ടായെങ്കിൽ അതേ ജാവുകും ഹബീബന റസൂലുള്ളാഹി തങ്ങളുടെ സ്വപ്നത്തിൽ കാണാൻ മാത്രമല്ല സ്വർഗത്തിലുള്ളവരുടെ സ്ഥാനവും കിട്ടുണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം മദീന റളിയല്ലാഹു അൻഹു ചൊല്ലത് ഒരു മനുഷ്യ വെള്ളിയാഴ്ച 2 റക്അത്ത് നിസ്കരിക്കട്, എന്നിട്ട് ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതിൽ പിന്നെ 25 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിട്ട് പിന്നെ 1000 വട്ടം സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി ചൊന്നിട്ടു ഓണു ചൊന്നാണ്ടായെങ്കിൽ ഓണു സ്വപ്നത്തിൽ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ കാണണ്ട ഓണ്ട് ദോഷം അല്ലാഹു തആല മാഫാക്കുന്നുണ്ടായിരിക്കും. അതേപോലെ പിന്നെ അത്തഹിയാത്തുൽ പിന്നെ ഓതുരംഗത്തെ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ചൊന്നിട്ടുള്ള അത്തഹിയാത്തുൽ സ്വലാത്ത് ഉണ്ടല്ലേ, അതൊരു മനുഷ്യ ആദത്താക്കിയാണ്ടായെങ്കിൽ അത് നിരന്തരം ഓതിയോണ്ടിക്കണം. പ്രത്യേകിച്ച് തിങ്കളാഴ്ച ജാവും വെള്ളിയാഴ്ച ജാവും അത് യാറ് ഓതണം. ഇതിലൊരുത്ത ആ സ്വലാത്ത് യാറ ആദത്താക്കിയെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നത്തിൽ കാണുക നിർബന്ധം കണ്ടിട്ടേ തീരുണ്ടായിരിക്കണം. നല്ല ഇഖ്ലാസിൽ ചൊല്ലും. ഇനിയും ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു ചൊല്ലത് ഉറങ്ങുന്ന ടൈമിലോടുത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 5 വട്ടം ചൊന്നിട്ടു അല്ലാഹുമ്മ ബിഹഖി മുഹമ്മദിൻ അരിനി വജ്ഹ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാലം വ മആല ചൊന്നിട്ടു ഉറങ്ങുന്ന ടൈമിൽ ഇത് ചൊന്നാണ്ടായെങ്കിൽ ഓർക്ക് ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ നല്ല നിലക്ക് സ്വപ്നം കാണുക അവിടെ ചൊന്നിട്ടും ഇമാമിക്ക് പറ്റി പറ്റാറ്.
അള്ളാഹു ഇത് ആദത്താകും, അതനുസരിച്ചിട്ട് അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ കാണും അള്ളാഹു നമുക്ക് തോൽപ്പിക്കുന്നുമാറാകട്ടെ. ഏതാണെങ്കിലും റസൂലുള്ളാഹി തങ്ങളെ കിനാവിലോട് മനുഷ്യ കണ്ടാണ്ടായെങ്കിൽ പിന്നെ അവൻ്റെ സ്വഭാവങ്ങളൊക്കെയും നല്ല സ്വഭാവത്തിൽ ഇക്കൊണ്ടുണ്ടായിരിക്കട്ടെ. അവരുടെ സ്വഭാവം ചേഞ്ച് ആവും. ഇന്നത്തെ സ്വഭാവമല്ല, അതൊരു കിട്ടിയൊരു വലിയൊരു ഗിഫ്റ്റായിരിക്കട്. അത് എന്തായിരിക്കട്, നല്ല സ്വഭാവത്തിലേക്കും. പിന്നൊരു വിഷയ കിനാവ് നബി തങ്ങളെ കണ്ടിട്ടുണ്ടായെങ്കിൽ അത് മുട്ടത്തെ ആൾമാർ പിരിസത്തെ ആൾമാരുടെ മാത്രമേ ചൊല്ലുള്ളൂ. അസൂയ ആൾക്കാർ, നഞ്ചിരാൾമാർ, നഞ്ചിനിറക്കത്തെ ആൾമാർ കണ്ടിട്ട് നിന്നോട്ട് നഞ്ച് കണ്ടിട്ടായെങ്കിൽ അങ്ങനത്തെ ആ കൽബ് ശുദ്ധിയില്ലാത്ത ആൾമാരൊട്ടിಗೆ നബി തങ്ങളെ കിനാവിലെ കണ്ടെങ്കത്തെ എന്തിനാക്കോ തീരാ വിഷയ ചൊല്ലോ തീരാ. റസൂലുള്ളാഹി തങ്ങൾ കിനാവുൽ മുന്ദ്രള നിർദ്ദേശിച്ചത് ഇമാമിക പരിപാടിക്കാർ കണ്ണ് കാണാത്ത ബഹുമാനപ്പെട്ട യഅ്ഖൂബുൽ ഖസ്ബി റളിയല്ലാഹു അൻഹു കണ്ണ് നഷ്ടപ്പെട്ടത് കാഴ്ച ശക്തി അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി തങ്ങൾ എന്താക്കിയത് കിനാവുൽ ബൻ തൊട്ടിട്ടു കണ്ണ് മരളി കാഴ്ച കിട്ടിയത് കുരുടത്വം പോയ സംഭവം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ബിൻ സലാം റളിയല്ലാഹു അൻഹു ഒട്ടിಗೆ ഒരു സീഖിക്ക് മറന്ന് റസൂലുള്ളാഹി തങ്ങൾ ചൊന്നു കൊടുത്തിട്ട് അത് സമായത്. ബഹുമാനപ്പെട്ട മുആഫ് ഇബ്നു ഇമ്രാൻ റളിയല്ലാഹു അൻഹു ഒട്ടിಗೆ ഒരു പ്രത്യേകമായ ഒരു വിഷയ എന്തായിട്ട് ഉപദേശിച്ച സംഭവങ്ങൾ. ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ കിനാവുലോ ധാരാളം നേരിട്ട് ചികിത്സകൾ എന്ത് രോഗത്തും കൽബും ചികിത്സായ്ക്ക് സംഭവങ്ങളും കിനാവുൽ വന്ന റസൂലുള്ളാഹി തങ്ങൾ എത്രയോ ഉപദേശങ്ങൾ ഇങ്ങനെക്കൊണ്ട് ചെന്നിട്ട് വാഴ് ചെന്ന സംഭവങ്ങളും എത്രയോ ചരിത്ര കിതാബുകളിൽ കണ്ട് അള്ളാഹു അതൊക്കെയും പഠിച്ചിട്ട് അമലാക്കിയിട്ട് ജീവിതത്തിൽ പകർത്തിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ ചിന്നപട സ്വപ്നങ്ങൾ കാണേണ്ട ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ.